എനിക്ക് സെറ്റ് ചെയ്യാവോ? ടൈറ്റ് ചെയ്തോ? ടൈറ്റ് ചെയ്തോ? ആയോ? ഓക്കെ, ഗണ്ണ് സെറ്റായി. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമില്ല, രണ്ടും ഒരേ പൊസിഷൻ തന്നെ. ഇത് ഫ്രീ. ഇതിൽ പവർ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഇത് തന്നെയാണ്. ഇത് പക്ഷേ ഈ ഒരു ഇതല്ലേ നോസ്, ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് അടുത്ത് വരുന്നതനുസരിച്ച് പവർ കുറഞ്ഞു വരും, ഓപ്പണായി വരുന്നതനുസരിച്ച് പവർ കൂടി വരും. ഇത്രയല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ. അത് അതിനകത്തോട്ട് ഇങ്ങനെ മുക്കിയിട്ടാൽ മതി. ഇത് താഴ്ന്നതന്നെ നിൽക്കണം കേട്ടോ, വെള്ളം ഇല്ലല്ലോ. അതുകൊണ്ട് വെറുതെ നമ്മൾ മെഷീൻ ഇങ്ങനെ ബഫറിങ് ആയിരിക്കും, ഓൺ ആക്കിയിട്ട് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ പിടിക്കുക. ഇപ്പോൾ വെള്ളം ഇങ്ങനെ വലിഞ്ഞതാ വരെയാണ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ മെഷീൻ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവും. അത് മെഷീനകത്തുനിന്നുള്ള എയർ പുറത്തോട്ട് പോയി. ഇനി നമ്മൾ അവിടെ ഓൺ ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആവശ്യമുള്ളപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്ത്, ഇനി ഇതിൽ പക്ഷേ പവർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇത് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചോണ്ട്, ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഫേസിലോട്ട് നോക്കിയൊന്നും ചെയ്യല്ലേ, ഇങ്ങനെ പിടിച്ചിട്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള. ഇപ്പോൾ കാറൊക്കെ കഴിയുന്ന സമയത്ത് ഈ ഒരു പവർ വെച്ചാൽ മതി. കാറിൻ്റെ അടിഭാഗമൊക്കെ അടിക്കുന്ന സമയത്ത് പവർ കൂട്ടി കൊടുക്കുക, നല്ല പവർ ഉണ്ടാവും. പിന്നെ ഇത് ഫോം ഇങ്ങനെ ഒന്ന് ഷേക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഇത് ഇതേ പൊസിഷൻ വയ്ക്കുക. അത് നല്ലൊന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. ഇത് കറക്റ്റ് ഇവിടെയാണ് ലോക്ക് ആവുന്നത്. തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ മുകളിലോട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് അത് ഈ ഒരു ലോക്ക് ഇവിടെ കറക്റ്റ് വീഴണം. ഇത് നല്ല ഫോമായിട്ട് വരും. അതായത് അതിലുള്ള ഫോം കൂടെ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ഷേക്ക് ചെയ്ത് അടിച്ചാൽ മതി, നല്ല ഫോം. ഇത് ഇതേ പൊസിഷൻ ഈ ഒരു പവറാണ്. ഇപ്പം ഇങ്ങനെ നമ്മൾ പോയിൻ്റായിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ടൈം വേസ്റ്റാണ്. പിന്നെ ഇതുപോലുള്ള ഏരിയയിലൊക്കെ പോയിന്റ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇത് കുഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അന്നേരം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് കുറച്ചൊന്ന് ബൈഡാക്കി വെക്കുക. ഈ ഒരു പവറിൽ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ അടുപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ പായൽ കാര്യങ്ങളെല്ലാം നമുക്ക് ഏത് സൈഡിലോട്ടാണ് അടിച്ചു പോകേണ്ടത് ആ സൈഡിലോട്ട് ഇങ്ങനെ നമ്മൾ അടിച്ചു പോയാൽ മതി. പിന്നെ മാസമൊക്കെ മെഷീൻ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ കണക്ഷൻ മാറ്റുക. ജസ്റ്റ് എന്നിട്ട് മെഷീനകത്ത് വെള്ളം നിൽപ്പുണ്ടാവും. അത് വെറുതെ നമ്മൾ ഇതൊന്ന് ഓണാക്കിയിട്ട്, ഇപ്പം മെഷീനകത്ത് വെള്ളം നിൽക്കുന്നുണ്ടാണ് ഓഫായി നിൽക്കുന്നത്. ഇവിടെ ഒന്ന് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇരിക്കുന്ന വെള്ളം പുറത്തോട്ട് പോകും. അപ്പോൾ അതിനകത്ത് എയറായി, അതുകൊണ്ടാണ് അത് ഓഫാകാത്തത്. പിന്നെ അവിടെ ഓഫാക്കിയാലേ ഓഫാകത്തുള്ളൂ. അങ്ങനെ അടിക്കുമ്പോൾ കംപ്ലീറ്റ് വെള്ളം ഒന്ന് അടിച്ച് കളയുക. എന്നിട്ട് മാത്രം ഒത്തിരി നാളൊക്കെ മാറ്റി വയ്ക്കുന്നുണ്ടെങ്കിൽ മാറ്റി വയ്ക്കുക. ഇത് ഒരുപാട് ടൈം വേസ്റ്റാണ് ഇങ്ങനെ കുറേച്ചായിട്ട് പോകുന്നത്. അന്നേരം ഇതൊന്ന് അഴിച്ച് മാറ്റിയിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ പിടിച്ചിരുന്നാൽ മതി. കഴിഞ്ഞു. ഇനി നിങ്ങൾ ഇത് 1-2 മാസമൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഇനി ഇവിടെ തന്നെ ഓഫ് ചെയ്യാം.